ഹെറോയിൻ ഉപേക്ഷിക്കാൻ ഗ്രീസിലെ വിശുദ്ധ പർവ്വതത്തിൽ സന്യാസിയായ ഒരടിമ. ഈ കഥയുടെ 2ാം ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അവനെ അത് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചു. ശരി, നീ ഗിറ്റാർ വിൽക്കുന്നു. ഇന്ന് നിനക്ക് ലഹരിക്ക് വക കിട്ടും. ഒരുപക്ഷെ നാളേക്കും. പിന്നെ എന്തു ചെയ്യും? കൂടാരവും അടിവസ്ത്രവും വിൽക്കുമോ? നാളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അവനെ അസ്വസ്ഥനാക്കിയെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഒരു നിമിഷത്തേക്ക് മാത്രം. ഒരു കോമ്പസ് വടക്ക് ദിശയിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ അവൻ്റെ ചിന്തകൾ ഇപ്പോൾ എന്നതിൽ തറച്ചു കിടക്കുകയായിരുന്നു. അവനെക്കൊണ്ട് നാളെക്കുറിച്ച് ശരിക്കും ചിന്തിപ്പിക്കാൻ ഞാൻ ആ വാക്ക് പലതവണ ആവർത്തിക്കേണ്ടി വന്നു. എനിക്കറിയില്ല, ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ഭിക്ഷ യാചിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് അധികം ചെയ്യാനൊന്നുമില്ല. നിനക്ക് ഉപേക്ഷിക്കാൻ ശ്രമിച്ചുകൂടെ? ഞാൻ ചോദിച്ചു. അവൻ ഒരു ചെറിയ പരിഹാസത്തോടെയുള്ള ചിരി പുറത്തുവിട്ടു. അവൻ്റെ മുഖം ഭയത്തിൻ്റെ ഒരു സ്ഥിരരൂപത്തിലേക്ക് ദൃഢപ്പെട്ടു. വ്യക്തമായി സംസാരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പേശീപ്രയത്നത്തോടെ അവൻ പറഞ്ഞു, എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ 10 വർഷത്തിലേറെയായി ഒരു മയക്കുമരുന്നിന് അടിമയാണ്. രക്ഷിക്കപ്പെടാനുള്ള സാധ്യതകളെല്ലാം കടന്നുപോയി. ഞാൻ എല്ലാം ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഈ ദുരിതം എനിക്ക് ഒരിക്കൽ കൂടി ഏറ്റെടുക്കാൻ കഴിയില്ല. ഞാൻ തീർത്തും നിസ്സഹായനാണ്. ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാനാവില്ല. ചെറിയൊരാലോചനയ്ക്ക് ശേഷം അവൻ തുടർന്നു. ഞാൻ ലഹരിമുക്തനായിരുന്നു. നിനക്കറിയാമോ, 16 മാസത്തേക്ക്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം. ഞാൻ എല്ലാത്തിൽ നിന്നും മുക്തനായിരുന്നു. ഞാൻ വീണ്ടും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. 16 മാസക്കാലം ഞാൻ മയക്കുമരുന്ന് കുത്തിവെച്ചില്ല, കഞ്ചാവ് വലിച്ചില്ല, വീഞ്ഞു കുടിച്ചില്ല, ഒരൊറ്റ ആസ്പിരിൻ പോലും കഴിച്ചില്ല. ഞാൻ അധികം ആരോടും സംസാരിക്കുകയോ ആരെയും കാണുകയോ ചെയ്തില്ല. ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് നീ എന്തു ചെയ്തു? ഞാൻ ജോലി ചെയ്തു, പ്രാർത്ഥിച്ചു, ഉറങ്ങി. അത് തന്നെ ആവർത്തിച്ചു. നീ എവിടെയായിരുന്നു? വളരെ വളരെ ദൂരെ ഞാനൊരു ആശ്രമത്തിലായിരുന്നു, മൗണ്ട് അഥോസിൽ. ഇത് കൂടുതൽ ആകർഷകമാകുകയാണല്ലോ. അവൻ്റെ അടുത്ത കാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ഈ വെളിപ്പെടുത്തൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ഒരു ഡ്രോപ്പ് ഔട്ട് സന്യാസിയുമായി, അതും മൗണ്ട് അഥോസിലെ ഒരാളുമായി സംസാരിക്കുന്നത് എനിക്ക് ആദ്യമായിട്ടായിരുന്നു. തുടരും.